വെടിയണം വലിച്ചെറിയൽ സംസ്കാരം. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. സർക്കാർ വലിച്ചെറിയൽ വിരുദ്ധ വാരം പ്രഖ്യാപിച്ചെങ്കിലും അത് പ്രാവർത്തികമാക്കാനാവശ്യമായ സംവിധാനങ്ങൾ അപര്യാപ്തമാണ്. പൊതുനിരത്തിലും കവലകളിലും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനാവശ്യമായ ബിന്നുകൾ എല്ലായിടത്തും സ്ഥാപിച്ചെങ്കിലേ പദ്ധതി വിജയിക്കുകയുള്ളൂ. മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി നാളെ മുതൽ ജനുവരി 7 വരെ വലിച്ചെറിയൽ വിരുദ്ധ വാരം ആചരിക്കുകയാണ്. വീടുകള്, കച്ചവട സ്ഥാപനങ്ങള്, ആശുപത്രികള്, ഹോട്ടലുകള്, മാർക്കറ്റുകള് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ പൊതുവെ വലിച്ചെറിയുന്നത് നിരത്തുകളുടെ വശങ്ങളിലും പൊതുയിടങ്ങളിലും ജലാശയങ്ങളിലുമാണ്. സമൂഹത്തോടുള്ള വെല്ലുവിളിയും ഗുരുതര നിയമലംഘനവുമാണിത്. വ്യക്തിപരമായ ശുചീകരണത്തിലും വീടുകള് വൃത്തിയായി സൂക്ഷിക്കുന്നതിലും ശ്രദ്ധാലുക്കളാണെങ്കിലും സാമൂഹിക ശുചിത്വത്തില് തീരെ അശ്രദ്ധാരാണ് പലരും. ഒരു ഉപ്പുനം വാങ്ങിയാൽ അത് പരമാവധി ഉപയോഗിച്ച് കഴിയുമെങ്കിൽ പുനരുപയോഗിച്ച് മാലിന്യങ്ങൾ യഥാവിധി സംസ്കരിക്കുകയെന്നതായിരുന്നു നമുക്ക് മുമ്പേ കടന്നുപോയ തലമുറയുടെ സംസ്കാരം. ആവശ്യം കഴിയുമ്പോൾ വസ്തുക്കൾ അതീവ ലാഘവത്തോടെ എവിടെയെങ്കിലും വലിച്ചെറിയുന്നതാണ് ഇന്നത്തെ സംസ്കാരം. മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പുതുതലമുറയുടെ ശീലങ്ങൾ മാറ്റേണ്ട കാലം അതിക്രമിച്ചു. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിലുകളും കവറുകളും അലക്ഷ്യമായി വലിച്ചെറിയുമ്പോൾ നമുക്ക് ഭക്ഷ്യധാന്യങ്ങൾ തരുന്ന മണ്ണിനെപ്പറ്റി, അതിൽ വളരുന്ന സസ്യങ്ങളെക്കുറിച്ച്, അവയെ ആശ്രയിക്കുന്ന ജീവജാലങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. ഇവിഷയകമായി ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുക. പൊതുയിടങ്ങളിൽ മാലിന്യ ശേഖരണത്തിനുള്ള ബിന്നുകൾ സ്ഥാപിച്ച് ആളുകൾ മാലിന്യങ്ങൾ അവയിൽ തന്നെ നിക്ഷേപിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. നിയമലംഘകരെ കണ്ടെത്താൻ ക്യാമറകൾ സ്ഥാപിക്കുക തുടങ്ങിയവയാണ് വാരാചരണത്തിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്ത പ്രവർത്തനങ്ങൾ. റെസിഡൻസ് അസോസിയേഷനുകളുടെയും മറ്റു സംഘടനകളുടെയും സഹകരണത്തോടെയായിരിക്കും ബോധവൽക്കരണ പരിപാടികൾ. കേരളത്തെ മാലിന്യമുക്തമാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് കാലങ്ങളായി. മാറി വന്ന സർക്കാരുകൾ ഈ ലക്ഷ്യത്തിൽ പല പദ്ധതികളും ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടുണ്ട്. ഒന്നും ലക്ഷ്യത്തിലെത്തുന്നില്ല. ജനങ്ങളിൽ നിന്ന് മതിയായ സഹകരണം ലഭിക്കുന്നില്ല. ഇടക്കാലത്ത് കോടതിയും പ്രശ്നത്തിൽ ഇടപെട്ടു. മാലിന്യമുക്ത കേരളം ഉറപ്പാക്കുന്നതിന് 2016 കരമാലിന്യ പരിപാലന ചട്ടപ്രകാരം സമഗ്രമായ കർമ്മപദ്ധതി തയ്യാറാക്കി സമയബന്ധിതമായി നടപ്പാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇതടിസ്ഥാനത്തിൽ സർക്കാർ പദ്ധതി ആവിഷ്കരിച്ചു. ജൈവ അജൈവ മാലിന്യങ്ങൾ 100% ഉറവിടത്തിൽ തന്നെ വേർതിരിക്കല്, അജൈവ മാലിന്യങ്ങളുടെ 100% വാതിൽപ്പടി ശേഖരണം, ജൈവമാലിന്യം 100%വും ഉറവിടത്തിൽ ശാസ്ത്രീയമായി സംസ്കരിക്കുക, പൊതുയിടങ്ങൾ പൂർണ്ണമായും മാലിന്യമുക്തമാക്കല്, എല്ലാ ജലാശയങ്ങളിലെയും കരമാലിന്യം നീക്കം ചെയ്ത് നീരൊഴുക്ക് ഉറപ്പാക്കുക, പൊതുപരിപാടികളിലും ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും ഹരിത പ്രോട്ടോകോൾ നടപ്പാക്കി പൊതുസ്ഥലങ്ങളിലേക്ക് മാലിന്യങ്ങൾ വരുന്നത് തടയുക. മികച്ച രീതിയിൽ മാലിന്യ സംസ്കരണം നടത്തുന്ന വാണിജ്യ സ്ഥാപനങ്ങൾക്കും ഓഫീസുകൾക്കും പുരസ്കാരം തുടങ്ങിയവയായിരുന്നു ഇതിന്റെ ഭാഗമായുള്ള പരിപാടികൾ. പദ്ധതി സമയബന്ധിതമായി നടപ്പാക്കി 2023 ജനുവരി 5 സംസ്ഥാനത്തെ എല്ലാ സ്വയംഭരണ സ്ഥാപനങ്ങളും വലിച്ചെറിയൽ മുക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് ഇപ്പോഴും മാലിന്യപ്രശ്നം രൂക്ഷമാണ്. പൊതുനിരത്തുകളുടെ വശങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പ്രവണതയ്ക്ക് അറുതിയായില്ല. മാലിന്യമുക്ത കേരളത്തിന്റെ സൃഷ്ടിപ്പ് ലക്ഷ്യം വെച്ച് രൂപവത്കരിക്കപ്പെട്ട ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം തന്നെ തൃപ്തികരമല്ല. ഹരിതസേന വീടുകളിൽ നിന്ന് 50 രൂപ വാങ്ങി ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഏതെങ്കിലും പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ആഴ്ചകൾ അവിടെ കിടന്ന ശേഷമായിരിക്കും മാലിന്യച്ചാക്കുകൾ നീക്കം ചെയ്യുന്നത്. അത്രയും നാള് അവ സൃഷ്ടിക്കുന്ന ദുർഗന്ധവും പാരിസ്ഥിതിക പ്രശ്നങ്ങളും പൊതുജനം സഹിക്കണം. സംസ്ഥാനത്തെ ജലാശയങ്ങളിലെങ്ങും വൻതോതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ദൃശ്യമാണ്. മദ്യക്കുപ്പികളാണ് ഗണ്യഭാഗവും. തിരുവനന്തപുരം ആമയിഴഞ്ചാന് തോട്ടിൽ ഇതിനിടെ ഒരു ശുചീകരണ തൊഴിലാളി മരിച്ച അത്യാഹിതത്തെ തുടർന്ന് തോട്ടിലെ മാലിന്യം നീക്കിയപ്പോൾ അതിലേറെയും മദ്യക്കുപ്പികളായിരുന്നു. മദ്യപന്മാർ ഒഴിഞ്ഞ കുപ്പികൾ റോഡരികിലും ജലാശയങ്ങളിലുമാണ് വലിച്ചെറിയുന്നത്. ജലാശയങ്ങളിലും ജലസ്രോതസ്സുകളിലും മാലിന്യങ്ങളും വിസർജ്യങ്ങളും വലിച്ചെറിഞ്ഞാൽ 10,000 മുതൽ 50,000 രൂപ വരെ പിഴ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ മനോഭാവത്തിൽ ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. ഡെങ്കിപ്പനി, എലിപ്പനി, ചിക്കന് ഗുനിയ തുടങ്ങിയ മാരക രോഗങ്ങൾ പടർന്നു പിടിച്ചിട്ടും ബോധവാന്മാരാകുന്നില്ല ജനം. അതേസമയം സർക്കാർ വലിച്ചെറിയൽ വിരുദ്ധ വാരം പ്രഖ്യാപിച്ചെങ്കിലും അത് പ്രാവർത്തികമാക്കാനാവശ്യമായ സംവിധാനങ്ങൾ അപര്യാപ്തമാണ്. പൊതുനിരത്തിലും കവലകളിലും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനാവശ്യമായ ബിന്നുകൾ എല്ലായിടത്തും സ്ഥാപിച്ചെങ്കിലേ പദ്ധതി വിജയിക്കുകയുള്ളൂ. മിക്കയിടങ്ങളിലും ഇപ്പോഴും ബിന്നുകൾ സ്ഥാപിതമായിട്ടില്ല. 2 ദിവസം മുമ്പത്തെ റിപ്പോർട്ടനുസരിച്ച് 33,000-ഓളം ബിന്നുകളാണ് സംസ്ഥാനത്താകെ സ്ഥാപിതമായത്. വാരാചരണം പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് അത് വിജയിപ്പിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഉറപ്പാക്കേണ്ടതായിരുന്നു സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും.